ചെയ്യാൻ പാടില്ല നിങ്ങൾ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിത്തു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേപ്പൂരൊക്കെയാണ്. ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണും. ഇപ്പോൾ നമ്മുടെ 2023 സീസൺ 3 ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം 4 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പം എന്തായാലും അവിടെ നല്ല ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവിടേക്കൊന്നും വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പം മുകളിലേക്ക് കയറിയിട്ട് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോവാണ്. പക്ഷെ നമുക്ക് മിസ്സായൊരു കാര്യം, നേവിയുടെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ബോട്ട് നമുക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ ബേപ്പൂർ ബീച്ചിലേക്ക് ഇവിടെയാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഷിപ്പൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ കണ്ട് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് രഞ്ജുവിനെ കണ്ടത്. രഞ്ജു മൂത്തമ്മയുടെ മോനാണ്. അപ്പം അവരുണ്ടായിരുന്നു. അപ്പം അവരെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മളിപ്പം ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇവർ. ഇതിന് മുകളിൽ വെച്ചൊന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപയാണ് അവർ പറഞ്ഞ റേറ്റ്. ചെയ്യാൻ പാടില്ല നിങ്ങൾ. കൈയൊക്കെ നേരെ നോക്ക്, ഒന്നും ആക്കില്ല. ചിരിച്ചോണ്ട് നോക്കി ക്യാമറ നല്ല ചിരി ഇരിക്കും. വായടക്കി അതിന് നോക്കണ്ട. കയ്യില് വാ. ഫോട്ടോ എടുത്തില്ല. അടുത്ത ആള് പേര് കയ്യിലേക്ക് എടുത്തിട്ട് ഗെയിം കളിക്കാമോ? എത്ര ചോദിച്ചോക്കെ റേറ്റ്? അങ്ങനെ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് കിടക്കുന്ന തന്നെ നല്ല ആളുകളാണ്. പിന്നെ ഒന്നാമത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൊടിയുടെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇവരിങ്ങനെ നടക്കുന്നതനുസരിച്ച് നമ്മളായാലും നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ പൊടി, അപ്പോൾ ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ നല്ല പൊടിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിതേ കൈറ്റ് ഫെസ്റ്റ് അടിപൊളിയായിരുന്നു കാണാൻ. പക്ഷേ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. കാരണം ഒന്നും പറക്കുന്നില്ല. അത്യാവശ്യം അവർ വിചാരിക്കുന്ന അത്ര ഫോഴ്സിൽ കാറ്റ് കിട്ടുന്നില്ല. അതൊന്നാമത്തെ ഒരു പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ കുറേ പാട്ട് അവർ പറത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എല്ലാം താഴെ വീണ് കിടക്കുകയാണ്. Check locked in. Yeraltı ekibimiz Hamras, Ansas, Faiz, Mahşur, Niyaz, Necaf and Shah. അങ്ങനെ നമ്മളിതേ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേജിൻ്റെ അടുത്തൊക്കെ വന്ന് സ്റ്റേജിൽ പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ മിലിറ്ററിക്കാരനെ അവതരിപ്പിക്കുന്ന എന്തോ ഒരു ബാൻഡിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളതിന് കാണാൻ നിന്നിട്ടില്ല, വേഗം തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ റിത്തൂസിന് ഇങ്ങനെ വെള്ളം കണ്ടപ്പം കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ ഇവരുടെയൊക്കെ മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ തോന്നുന്നു. കാരണം അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവർ അഴിച്ചു വെക്കുന്നൊക്കെ കണ്ടു പോകുന്നു.
പട്ടങ്ങളെവിടെ പട്ടെവിടെ പട്ടങ്ങളൊന്നും കാണുന്നില്ല. പട്ടങ്ങളൊന്നും കാണില്ലല്ലോ. പട്ടം Rotary International Academy is a British kite-filmmaker. പിന്നെ നമ്മളിത് ബേപ്പൂർ ഇതാ കാണുന്നതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പിന്നെ അതിലൊന്നും നമ്മൾ കയറാൻ നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നേ ഉള്ളൂ. ഒരാൾക്ക് 100 രൂപ എങ്ങാണ്ട് എൻട്രി ഫീ വരുന്നുണ്ട്. वीडियो कॉलिंग करें ना, वीडियो पे बंद हुआ खड़ा हो कुछ അവിടെ നോക്ക്, റൈറ്റ് ലിസ്റ്റ് അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, കൊണ്ട് നോക്ക്. സംസാരിച്ചതിന് ശേഷം ഗൈഡിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. കാരണം അവിടെ പ്രോഗ്രാം തുടങ്ങാനായതുകൊണ്ട് തന്നെ എല്ലാ പട്ടും താഴ്ത്താനുള്ള അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ നടന്ന് പോരുമ്പം നമുക്ക് ഓരോന്നും കാണാമല്ലോ. ബീച്ചാകുമ്പോൾ മൈസെറുതിയതും പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ടതും ഇതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ നമ്മൾ വേഗം നടക്കുകയാണ്. അപ്പോഴേക്കും ഒരുവിധം നല്ല തിക്കും തിരക്കും ആയിട്ടുണ്ട്. കാരണം വരുന്നവരും ഉണ്ട് പോകുന്നവരും ഉണ്ട്, എല്ലാം കൂടി ആയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഈ ഒരു റോഡിന് മുഴുവനായിട്ടൊരു ഗ്യാപ്പില്ലാണ്ട് ആൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വിട്ട് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ നേരെ ചെന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് ചെന്നതല്ലായിരുന്നു, ആ വഴി വരുമ്പോൾ കണ്ടതായിരുന്നു. ബീച്ചിലും നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ ചെയ്ത പോലെ തന്നെ ഇലുമിനേറ്റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുഴുവൻ മാനാഞ്ചിറയുടെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയാപ്പ പോലെയൊക്കെ ഏകദേശം തോന്നി ആ ഒരു ആർച്ചെല്ലാം കണ്ടപ്പം. എന്തായാലും അവിടെ നിന്നപ്പം കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സൈഡ് പോ. तो सब ओके